ഇവിടെ ക്യാൻഡിൽ എത്തിച്ചേക്ക്. നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാനാണ്. ഹലോ, ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയുണ്ട് ഹാപ്പി ക്രിസ്മസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ തന്നെ അവിടെയാണ്. എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണ് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി കേക്ക് എടുക്കണം. കേക്കൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാവേ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ട്, അല്ലാണ്ട് ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ കസിനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആളാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്ക്, പിന്നെ റെയിൻബോ കേക്ക്, പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, അങ്ങനെ 3 കേക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ആൾ പിന്നെ ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ വാങ്ങി. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ, റെയിൻബോ കേക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവളുടെ കാറിലാണ് കേട്ടോ പോയത്. ഞങ്ങളുടെ കാറിൽ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് നേരെ ഞങ്ങൾ ആ കാർ എടുത്തു. അപ്പോൾ മോന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്, അങ്ങനെ എന്തോ അവന് ഫുഡ് കഴിച്ചില്ല. അവന് വേണ്ട, അച്ഛച്ചിരി വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ടും ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ വഴിയിൽ നിന്നൊരു ജ്യൂസും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് ആൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഓക്കെ ആയി, വൊമിറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ആൾ ഓക്കെ ആയത്. ഞാൻ ഡ്രസ്സൊക്കെ മാറി പിന്നെ വീണ്ടും തിരിച്ചാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ. അപ്പോൾ ആൾ ഓക്കെ ഹാപ്പിയായി. സുഖായോ? സുഖായോ അമ്മ കൊണ്ടുവന്നോ? എന്ത് പറ്റിയതാ? ഞാൻ ആ കുറച്ച് നേരം കൊണ്ട് 2 ഫേസസിലൂടെ കടന്നു പോയിട്ട് ആൾ നല്ല ആക്റ്റീവാണ്. ആൾ നല്ല ആക്റ്റീവ് ആയിരുന്നിട്ട് പെട്ടെന്ന് ഡൗൺ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. 3 മണി 4 മണി അടുപ്പിച്ചായി. നല്ല വിശപ്പെന്ന് പറഞ്ഞ് ഭയങ്കര വിശപ്പെടാം. കാറ് പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വരും. അങ്ങനെ ഇനി കേക്കൊക്കെ കട്ട് ചെയ്യണം. ക്രിസ്മസ് വൈകുന്നേരമായി പോയി. ഞങ്ങൾ പിന്നെ വീട്ടിലെത്തി കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പട്ടിണിയായി പോയി എന്ന് പറയാം. കാരണം ഞങ്ങൾ വരുമെന്ന് അമ്മയോടും അച്ഛനോടും വിളിച്ച് പറഞ്ഞില്ല കേട്ടോ. ഞാൻ ആൾ വിളിച്ച് പറഞ്ഞു വിചാരിച്ചു, ആൾ ഞാൻ വിളിച്ച് പറഞ്ഞു വിചാരിച്ചു. അതുകൊണ്ട് അമ്മയും അച്ഛനും നേരെ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ എത്തിയതിന് തൊട്ട് പിന്നെ അവരെത്തിയതേ ഉള്ളൂ കേട്ടോ. അവർ ഞങ്ങളൊന്നും കഴിക്കാണ്ടും കൂടിയായിട്ടാണ് പോയത്. ഞങ്ങൾ പട്ടിണിയായി പോയി. പിന്നെ അമ്മ തന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ചെയ്യുന്നിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ അമ്മ പൈസ തന്നു, പോയി ഫുഡ് കഴിക്കുക, ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുക, ക്രിസ്മസ് അല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ മക്കളെ കയ്യിൽ കൊടുത്തു. ഇവിടെ ക്യാൻഡിൽ എത്തിച്ചേക്ക്. അപ്പോൾ പിന്നെ തത സാധനങ്ങളും എല്ലാം ആയിട്ട് ഞങ്ങൾ പോവാൻ കേട്ടോ. പിന്നെ ഇത് സ്ഥിരമായിട്ടുള്ള അച്ഛച്ചിയുടെയും അച്ഛമ്മയുടെയും ഒരു മുത്തമുണ്ട് 2 പേർക്കും. അതുകൊണ്ട് അതില്ലാതെ 2 പേരും ഇങ്ങോട്ട് പോകത്തില്ല കേട്ടോ. അപ്പോൾ 2 പേർക്കും മുത്തമൊക്കെ കൊടുത്തു, ടാറ്റയൊക്കെ പറഞ്ഞു, അച്ഛനും അമ്മയോടും ബായ് പറഞ്ഞ് ഞങ്ങൾ പോവാൻ. ഞങ്ങൾ നേരെ കേശവദാസുരം ചിന്നൂസിലാണ് കേട്ടോ പോയത്. അപ്പോൾ നല്ല വിശപ്പായതുകൊണ്ട് പാർക്കിങ്ങും അത്യാവശ്യം സിറ്റിയിലോട്ട് കയറിയ പാർക്കിംഗ് ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ അവിടെയാണ് കേട്ടോ കയറിയത്. ഞങ്ങൾ ക്രിസ്മസ് ആയിട്ട് നൈസായിട്ട് തേങ്ങിയിട്ട് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നു. അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോഴത്തേക്കും പ്ലേറ്റ് വന്നു, ഫുഡ് വന്നു. ബിരിയാണി നൂഡിൽസാണ് കേട്ടോ. എന്നാണോ ഈ ബിരിയാണി എന്നൊക്കെ മോശം കിട്ടുന്നത്? എവിടെ പോയാലും ബിരിയാണി മാത്രമേ ഓർഡർ ചെയ്യുന്നു. എന്താണെന്ന് അറിയത്തില്ല, അറിയാണ്ട് പറ്റിപ്പോകുന്നതാണ് കേട്ടോ. ഇനി എന്തെങ്കിലും മാറ്റി പിടിക്കണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഒരു പൈനാപ്പിൾ ജ്യൂസോട് കൂടിയിട്ട് അതവിടെ അവസാനിപ്പിച്ചു കേട്ടോ. ഹായ്, അങ്ങനെ ഞങ്ങൾ വീടെത്തി കേട്ടോ. കുറച്ച് നേരമായി വീടെത്തിയിട്ട് ഇവിടെ ചായ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല തലവേദനയാണ് കേട്ടോ. ചെറിയൊരു ക്ഷീണം അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അമ്മ തന്നെ, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മ ഒരു ബിരിയാണി പാത്രം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 കിലോയോ അങ്ങനെ എന്തോണം പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. ഇതാണ് കേട്ടോ പാത്രം. 5 കിലോയുടെ നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാനാണ്. നല്ല വലുതാണ്. ഞാൻ സാധാരണ 5 കിലോയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പം ഇനി എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കണം കേട്ടോ. നല്ല അടിപൊളി ഇതിൻ്റെ അടക്കം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പ്രാവശ്യം എനിക്ക് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇതാണ് ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് അന്ന് മാത്രം ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. കാണുന്നത് വരേക്കും ബൈ.